ഇവിടെ ഒരു പ്രത്യയശാസ്ത്രത്തെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ബുദ്ധിജീവികളുണ്ടെന്ന് ആലോചിക്കണം. അവരെ നല്ല രീതിയിൽ മറുപടി കൊടുക്കണം. നിങ്ങളങ്ങനെ പറഞ്ഞോ, പക്ഷെ ഞങ്ങളുടെ നയം ഇതാണ്, ഞങ്ങൾ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല, ഇന്നതാണ് എന്ന് പറയുക. അതായത് ആയുധങ്ങൾ മാറ്റിവെക്കൂ, ആശയം എടുക്കൂ, ആശയ പ്രചരണം വേണം, ആശയ സംഘടന വേണം. ആ സംഘടനത്തിലൂടെയാണ് പുതിയൊരാശയം ഉടലെടുക്കുക എന്ന് ആലോചിക്കണം. അതിലേക്കാണ് എല്ലാവരും വരേണ്ടത്. അവിടെ നിർഭയരായിട്ട് എഴുതുക. മാത്രമല്ല, എഴുത്തുകാർക്ക് രാഷ്ട്രീയം വേണം എന്ന് പറയുമ്പോൾ തന്നെ എഴുത്തുകാർക്ക് ഭരിക്കുന്ന പാർട്ടിയോട് ചേർന്ന് സ്ഥാനമാനങ്ങൾ നേടാനുള്ള രാഷ്ട്രീയമല്ല വേണ്ടത്, തുറന്ന് എഴുതാനുള്ള ശക്തിയാണ് വേണ്ടതെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള രചന മുരളി ഗോപി ചെയ്തു. ഇപ്പോഴെന്താ, ഇപ്പോൾ നമ്മൾ ഈ 2 വലിയ ലൂസിഫർ വന്നിരിക്കുന്നു ഇല്ലേ? അത് വന്നപ്പോൾ അതൊരു അടിപിടി ആക്ഷൻ വെറും ഒരു സിനിമയാണ് നമ്മൾ വിചാരിച്ചു അല്ലേ? അതിൽ നല്ലൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് ആലോചിക്കണം, താനി നല്ല രാഷ്ട്രീയമുണ്ടെന്ന് ആലോചിക്കണം. അതൊരു കേരള രാഷ്ട്രീയമല്ല മാത്രമല്ല എന്ന് ആലോചിക്കണം. അങ്ങനെ മനോഹരമായ ഒരു രാഷ്ട്രീയം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ പറയാൻ മുരളി ഗോപിക്ക് കഴിഞ്ഞു. അതിൻ്റെ 2ാം ഭാഗമാണ് മാർച്ച് 27 റിലീസ് ചെയ്യാൻ പോകുന്നത്, എമ്പുരാൻ. അത് രാഷ്ട്രീയത്തിൻ്റെ വേറൊരു തലമാണെന്ന് ആലോചിക്കണം. അങ്ങനെ എഴുത്തുകാർക്ക് പരസ്യമായി പറയാനും ആ പറച്ചിലൂടെ ഈ ലോകത്തിൻ്റെ ഒരു വ്യത്യസ്ത രാഷ്ട്രീയത്തിലെ മുഖംമൂടി വലിച്ചു കീറാനും കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല. കീപ്പ് ഇറ്റ് അപ്പ് മുരളി ഗോപി.